റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരും, നയം വ്യക്തമാക്കി ഇന്ത്യ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരുമെന്നും പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. യുഎസുമായുള്ള വ്യാപാര കരാറുകളുടെ പേരിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ വരുമോ എന്ന ചോദ്യങ്ങൾ ഇവിടെ ശക്തമായിരിക്കെയാണ് ഈ നിർണായക പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ നൽകിയിരുന്ന ഇളവ് കൂടി 30 ദിവസത്തേക്ക് നീട്ടിയതായി തന്നെ യുഎസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ ഇളവിന്റെ കാലാവധി കഴിഞ്ഞ ശനിയാഴ്ച അവസാനിക്കാനിരിക്കുന്നതായിരുന്നു. അതിനിടയിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇന്ധനവില സ്ഥിരതയും വിതരണ ശൃംഖലയും ഉറപ്പാക്കാൻ റഷ്യൻ എണ്ണ നിർണായകമാണ് എന്നതാണ് വിലയിരുത്തലായി തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത്. അതേപോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് യുഎസ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിലായിരുന്നു ഈ ഇളവ് ചെയ്തിരുന്നത്. ഇതിന്റെ കാലാവധിയാണ് ഇക്കഴിഞ്ഞ 16-ന് അവസാനിച്ചതും. ഇളവിന്റെ കാലാവധി അവസാനിച്ചതിനാൽ തന്നെ ഇനിയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമോ എന്ന ചോദ്യം പെട്രോളിയം മന്ത്രാലയത്തിനു നേരെ ഉയർന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് അവർ ഈ ഒരു നയം വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസുമായുള്ള വ്യാപാര കരാർ നിലവിൽ വരുന്നതിന് മുൻപും ശേഷവും ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് എന്നും അത് തുടരുമെന്നും മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ക്രൂഡ് ഓയിൽ ലഭ്യതയ്ക്ക് കുറവ് വന്നിട്ടില്ല എന്നും പ്രതിസന്ധി ഇല്ല എന്നും അവർ വ്യക്തമാക്കുന്നു. അമേരിക്കൻ ട്രഷറി വകുപ്പിന് കീഴിലുള്ള ഓഫീസ് ഓഫ് ഫോറിൻ അസിസ്റ്റ് കൺട്രോൾ ഇത് സംബന്ധിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ജനറൽ ലൈസൻസ് 134B പകരമായി തന്നെ കൂടുതൽ വ്യവസ്ഥകളോടെയുള്ള ജനറൽ ലൈസൻസ് 134C നിലവിൽ വന്നതായി തന്നെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഉപരോധം പൂർണ്ണമായും തന്നെ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപേ തന്നെ റഷ്യയിൽ നിന്നും പുറപ്പെട്ട എണ്ണക്കപ്പലുകൾ വാങ്ങിയ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും വലിയ ആശ്വാസം പകരുന്നതാണ് യുഎസിന്റെ ഈ താൽക്കാലിക തീരുമാനം. അതേസമയം ഊർജ്ജ സുരക്ഷയ്ക്കും കുറഞ്ഞ വിലയും മുൻനിർത്തിക്കൊണ്ട് തന്നെ സമീപകാലത്തായി തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി വൻതോതിൽ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. മാർച്ചിൽ ഇന്ത്യക്ക് ലഭിച്ച ഇളവുകൾ അവസാനിക്കാനിരിക്കെയാണ് അമേരിക്ക 1 മാസത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ജൂൺ പകുതി വരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യുഎസ് ഉപരോധമില്ലാതെ തന്നെ ഈ എണ്ണ ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. അതേസമയം ഇറാൻ, ഉത്തര കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായോ യുക്രൈനിലെ തർക്ക പ്രദേശങ്ങളുമായോ ബന്ധമുള്ള വ്യാപാരങ്ങൾക്കോ കമ്പനികൾക്കോ ഈ ഇളവുകളുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നും ട്രഷറി വകുപ്പ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയും പ്രമുഖ എണ്ണ ശുദ്ധീകരണ കമ്പനികളും ഏറെ ഉറ്റുനോക്കുന്ന ഒന്നാണ് യുഎസിന്റെ ഈ പുതിയ നീക്കം എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.